ഈ വചനം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മടങ്ങി വന്ന് യഹോവയുടെ മുൻപാകെ കരഞ്ഞു, എന്നാൽ യഹോവ നിങ്ങളുടെ നിലവിളി കേട്ടില്ല, നിങ്ങളുടെ അപേക്ഷയ്ക്ക് ചെവി തന്നതുമില്ല. ആവർത്തനം 1:45. എന്തുകൊണ്ടാണ് ഇവരുടെ കരച്ചിൽ ദൈവം ശ്രദ്ധിക്കാതിരുന്നതും ഇവരുടെ അപേക്ഷയുടെ സ്വരത്തിന് ചെവി കൊടുക്കാതിരുന്നതും? കാരണം വചനം പറയുന്നത് അവർ ദുശാഠ്യം ആയി ഇരുന്നതുകൊണ്ട് എന്നാണ്. വചനം വായിക്കൂ. ആവർത്തനം 1:43. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ കേൾക്കാതെ യഹോവയുടെ കൽപ്പന നിരസിച്ച് അഹങ്കാരത്തോടെ പർവ്വതത്തിൽ കയറി. അവരുടെ ആദ്യത്തെ ദുശാഠ്യം നിമിത്തവും പിറുപിറുപ്പ് നിമിത്തവും ദൈവം അവരോട് യുദ്ധം ചെയ്യേണ്ടെന്ന് കൽപ്പിച്ചു. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ മനസ്താപപ്പെട്ട് ദൈവത്തിൻ്റെ ആലോചനയെ മറുത്ത് അവിടേക്ക് കയറിപ്പോയി. അമോര്യരോട് യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ അവർ യുദ്ധത്തിൽ തോറ്റോടി. ദുശാഠ്യത്തിൻ്റെ അവസാനം എന്തായി? അവരോട് അരുളി ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് ദൈവം അനുതപിച്ചില്ല. ദൈവം അരുളി ചെയ്ത കൽപ്പനയെ മറുത്തിട്ട് അതിനെ കൂട്ടാക്കാതെ അത് നിമിത്തം നഷ്ടം സംഭവിച്ചതിന് അവിടുത്തെ മുൻപിൽ പോയി കണ്ണുനീരൊഴുക്കിയിട്ട് കാര്യമില്ല. ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് ഈ വചനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ നഷ്ടം നമ്മൾ ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരും. ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ വാക്ക് എപ്പോഴും അതെ എന്നും അല്ല എന്നും മാത്രമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് താൻ പറഞ്ഞത് മാറ്റി മാറ്റി പറയാൻ ദൈവം മനുഷ്യ മനസ്സ് ഉള്ളവനല്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് ആണ് നമ്മുടെ കയ്യിലുള്ള ദൈവത്തിൻ്റെ വചനം. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അവരുടെ ആദ്യത്തെ ദുശാഠ്യ നിമിത്തം ദൈവം അവരുടെ മേൽ വിധിച്ച ശിക്ഷാവിധികൾ എന്തൊക്കെയായിരുന്നു? ഇതേ ശിക്ഷാവിധികൾ നിമിത്തമായിരുന്നു അവർ ദൈവ മുൻപാകെ പോയി കരഞ്ഞത്. ഇതാ ആ ശിക്ഷാവിധികൾ. ആവർത്തനം 1:35 മുതൽ 40 വരെയുള്ള വചനം. ആകയാൽ യഹോവ നിങ്ങളുടെ വാക്ക് കേട്ട് കോപിച്ച്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത നല്ല ദേശം ഈ ദുഷ്ടതലമുറയിലെ പുരുഷന്മാർ ആരും കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവനും അവൻ്റെ പുത്രന്മാരും അവൻ്റെ കാൽ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്തു കൽപ്പിച്ചു. യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോടും കോപിച്ചു. നീയും അവിടെ ചെല്ലുകയില്ല. നിന്റെ ശുശ്രൂഷകനായ നൂൻ്റെ മകൻ യോശുവ അവിടെ ചെല്ലും. അവനെ ധൈര്യപ്പെടുത്തുക. അവനാകുന്നു ഇസ്രായേലിന് അത് കൈവശമാക്കി കൊടുക്കേണ്ടത്. ശത്രുവിന് കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ ഇന്ന് ഗുണദോഷങ്ങൾ തിരിച്ചറിയാത്ത നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ ചെല്ലും. അവർക്ക് ഞാൻ അത് കൊടുക്കും. അവർ അത് കൈവശമാക്കും. നിങ്ങൾ തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുവിൻ. യുദ്ധം ചെയ്ത വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കേണ്ട ജനത വീണ്ടും ചെങ്കടൽ വഴിയായി തിരിയുവാൻ ആവശ്യപ്പെടുകയാണ്. ദുഷ്ടതലമുറകൾ ആരും ദേശം കാണുകയില്ല എന്ന് ദൈവം അരുളി ചെയ്തു. അവർ ദുശാഠ്യമുള്ള ഹൃദയമുള്ള തലമുറയായിരുന്നു. അവരൊക്കെ ദൈവപ്രവൃത്തി കണ്ടവരാണ്. ദൈവം ജീവനും ഭക്തിക്കുമുള്ളത് നൽകി കൊടുത്തിരുന്നു. പക്ഷേ അവർ കണ്ടത് അധികം ശ്രദ്ധയോടെ സൂക്ഷിച്ചില്ല. അവർ അയോഗ്യരായി. കാരണം മോശെ പറയുന്നത് ശ്രദ്ധിക്കുക. ആവർത്തനം 1:29 മുതൽ 33 വരെയുള്ള വചനം. അപ്പോൾ ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഭ്രമിക്കരുത്, അവരെ ഭയപ്പെടുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു. നിങ്ങൾ കാണുകയെ അവൻ ഈജിപ്തിലും മരുഭൂമിയിലും ചെയ്തതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഇനിയും യുദ്ധം ചെയ്യും. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ നടന്ന് ഈ സ്ഥലത്ത് എത്തുവോളം എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെയെല്ലാമായിട്ടും പാളയം ഇറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ട വഴി കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ഈജിപ്തിൽ വെച്ചും മരുഭൂമിയിൽ വെച്ചും ദൈവം അവർക്ക് വേണ്ടി പോരാടിയതുപോലെ ദൈവം പൊരുതിക്കൊള്ളും. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്നിങ്ങനെ പറഞ്ഞു. ഇവിടെയാണ് കണ്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. നമ്മളോട് പറയുന്നത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്നല്ലേ? അവരോ ദൈവപ്രവൃത്തി കണ്ട തലമുറയാണ്. അങ്ങനെയുള്ളവരാണ് മറുതലിച്ചത്. എന്നാൽ കേട്ടവരുടെ കാര്യമോ? ദൈവം പ്രാധാന്യതയോടെ അരുളി ചെയ്ത കാര്യങ്ങൾക്ക് പകരം അപ്രാധാന്യമുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് ദൈവത്തോടുള്ള ദുശാഠ്യമാണെന്ന് മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറയാം. ഇത് കർത്താവായ യേശുക്രിസ്തു പരീശന്മാരെയും ശാസ്ത്രിമാരെയും ശാസിക്കുന്ന വചനഭാഗമാണ്. മത്തായി 23:16 മുതൽ 26 വരെയുള്ള വചനം. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ അത് ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ ചെയ്ത സത്യത്തിന് ബാധ്യസ്ഥൻ എന്നും പറയുന്നു. കുരുടരായ മൂഢന്മാരെ, ഏതു വലിയത്,
സ്വർണമോ സ്വർണത്തെ വിശദീകരിച്ച മന്ദിരമോ? യാഗപീഠത്തെ കൊണ്ട് സത്യം ചെയ്താൽ അത് ഏതുമില്ല. അതിന്മേലുള്ള വഴിപാടിനാൽ സത്യം ചെയ്യുന്നവനോ ചെയ്ത സത്യത്തിന് ബാധ്യസ്ഥൻ എന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരായുള്ളവരെ, ഏതു വലിയത്, വഴിപാടോ വഴിപാടിനെ വിശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? ആകയാൽ യാഗപീഠത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അതിന്മേലുള്ള സകല വഴിപാടിനാലും സത്യം ചെയ്യുന്നു. മന്ദിരത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും ഓർത്ത് സത്യം ചെയ്യുന്നു. സ്വർഗത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെയും അതിലിരിക്കുന്നവനെയും ഓർത്ത് സത്യം ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ കർപ്പൂര, തുളസി, അയമോദകം, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വാസം എന്നിങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. ഇവ ചെയ്യുകയും അവ ത്യജിക്കാതിരിക്കുകയും വേണം. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ പാനപാത്ര താലങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകമയോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ മുൻപേ പാനപാത്ര താലങ്ങളുടെ അകം വെടിപ്പാക്കുക, അതിനാൽ അവയുടെ പുറവും വെടിപ്പായിക്കൊള്ളും. ഇതിൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഘനമേറിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതൊരു വിഷയത്തിലും ഘനമേറിയവ ഉണ്ട്. ആ ഘനമേറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് പകരം ഏറ്റവും അപ്രധാനമായ കാര്യത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അവർ ചെയ്തത്. മുകളിലത്തെ വചനം വായിച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദൈവം പറഞ്ഞ ഘനമേറിയ കാര്യങ്ങൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ മുറുകെ പിടിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, ദൈവം സ്പഷ്ടമായി പറഞ്ഞ വചനത്തെയും വളച്ചൊടിക്കുകയും ചെയ്യുന്നവരുടെ അവസ്ഥയാണ് ഭയാനകം. യഥാർത്ഥത്തിൽ അവർ ആരോടാണ് മത്സരിച്ചത്? ഇസ്രായേലിൻ്റെ ദൈവമായ പിതാവിനോടല്ലയോ? 100 പ്രവാചകന്മാർ ഒരേപോലെ പ്രവചിച്ചപ്പോൾ മീഖായാവ് എന്ന ഒരുവൻ വ്യത്യസ്തമായ ഒന്ന് പ്രവചിച്ചു. അവൻ പ്രവചിച്ചത് ആ രാജാവിൻ്റെ നാശമായിരുന്നു. പിന്നീട് മീഖായാവിന് ലഭിച്ച അരുളപ്പാടനുസരിച്ച് ബാക്കിയുള്ള 100 പ്രവാചകന്മാരിലും ഉണ്ടായിരുന്നത് ഭോഷ്കിൻ്റെ ആത്മാവാണെന്ന് തെളിയുകയായിരുന്നു. അവർ ഒരുപോലെ അരുളി ചെയ്തതെല്ലാം ഭോഷ്കിൻ്റെ അരുളപ്പാടുകളായിരുന്നു. ദൈവവചനത്തിൽ മായം കലർത്തുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 2 തീമോഥെയോസ് 3:14 മുതൽ 27 വരെയുള്ള വചനം. എന്നാൽ നീയോ ആരിൽ നിന്ന് പഠിച്ചു എന്ന് അറിയുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഞാൻ ഇനിയും പറയുവാൻ പോകുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയവും ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും ഒരുക്കപ്പെട്ട് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും തിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും പ്രയോജനമുള്ളതുമാകുന്നു. ഇവിടെ പറയുന്നത് തിരുവെഴുത്തുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും ഒരുക്കപ്പെട്ട് തികഞ്ഞവനാകേണ്ടതിനാണ് എന്നാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ വചനം ഓർത്തുകൊള്ളുക. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരായിരിപ്പിൻ. അപ്പോൾ ഉപദേശങ്ങൾ വിശ്വാസത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, സകല സൽപ്രവൃത്തിക്കും ഒരുക്കപ്പെട്ട് തികഞ്ഞവനാകേണ്ടതിനാണ്. അതായത് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഉള്ളത് എന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. സകല സൽപ്രവൃത്തിക്കും ഒരുക്കപ്പെട്ട് തികഞ്ഞു വരേണ്ടത്. വിശ്വാസം, ആത്മാവ്, ഇവ രണ്ടും അപ്പോസ്തലനായ പൗലോസ് ഒരുപോലെ പ്രസംഗിച്ച വിഷയമാണെന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ വന്ന് ഇടറി നിൽക്കുകയായിരുന്നില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് പ്രബോധിപ്പിക്കുകയാണ് ചെയ്തത്. ഗലാത്യർ 5:25. ഇത് ആത്മാവിൻ്റെ പ്രവൃത്തിയില്ലേ? അപ്പോൾ വിശ്വാസത്തിന് പ്രവൃത്തിയില്ലേ? ഈ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലൻ തന്നെയാണ് സകല സൽപ്രവൃത്തിക്കും ഒരുക്കപ്പെട്ട് തികഞ്ഞു വരണമെന്ന് ഉപദേശിച്ചത്. ഇത് ഉപദേശിക്കുന്നില്ലെങ്കിൽ ശുശ്രൂഷ പൂർണ്ണമാകുന്നില്ല. വിശ്വാസം വരെ വന്നു നിന്നാൽ പോരാ, സകല സൽപ്രവൃത്തിയിലും തികഞ്ഞു വരണം. അതിനുള്ള ഉപദേശമാണ് കൊടുക്കേണ്ടത്. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് തിരുവെഴുത്തുകൾ ഉപയോഗിക്കാം, വളരെ നല്ലതാണ്. പക്ഷേ അതിലൂടെ അഭക്തി മുതിർന്നു വരരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ അത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. അത് ശരി തന്നെയാണ്. ഞാനിപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വചനം മാത്രമാണ് ഉദ്ധരിച്ചത്. അതിൽ പ്രവൃത്തിയുടെ പ്രമാണം ഉണ്ടോ?